പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനിടെ ഗസയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 10,000-കണക്കിന് കൂടാരങ്ങൾ ഒലിച്ചുപോയി എന്ന വാർത്ത. ഗസയിലും ലെബനനിലും ഇസ്രയേലിൻ്റെ ബോംബ് വർഷവും ഉണ്ടായി. ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിൻ്റെ അരികിൽ നിൽക്കെ നിർണായക ഇസ്രയേൽ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുവെന്ന ശുഭകരമായ വാർത്തയുമുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ യുദ്ധം തുടരാനുള്ള തീരുമാനമാകുമോ? എന്തായാലും അമേരിക്കയിൽ ഉണ്ടാകുന്ന ഭരണമാറ്റമൊക്കെ തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പി ജെയിംസ് കൂടുതൽ വിശദാംശങ്ങളുമായി അവഗാഹത്തോടെ സംസാരിക്കാൻ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് അഗെയിൻ പി ജെയിംസ്. ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഒരു കൂരിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ്. ഒരു യുദ്ധത്തിൽ 13 മാസമായി പട്ടിണിയും പരിവട്ടവും മരണവും ഒക്കെ ആയിട്ട് വല്ലാതെ വിഷമിക്കുകയാണ് ഗസയിലെ ജനങ്ങൾ. പ്രത്യേകിച്ച് 1,35,000 ടെൻറ്റുകളാണ്, കൂടാരങ്ങളാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. കാരണം മിക്കവാറും വീടുകളൊക്കെ ഇസ്രായേലി ബോംബിങ്ങിൽ തകർന്നു പോയി. വീടിൻ്റെ ഉള്ളിൽ കഴിയാൻ വയ്യ. കാരണം എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിൻ്റെ ബോംബുകൾ വന്ന് വീഴും, ആൾക്കാരൊക്കെ കൊല്ലപ്പെടും. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ടെൻറ്റുകൾ നിർമ്മിച്ചാണ് പല ഭാഗത്തും ജനങ്ങൾ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ 13 മാസം യുദ്ധം വളരെ രൂക്ഷമായ രീതിയിൽ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ വലിയ മഴയും ഇടിവെട്ടും അതുപോലെ തന്നെ പ്രളയവും അവിടെ ഉണ്ടായിരിക്കുന്ന. പ്രളയത്തിൽ 10,000-കണക്കിന് കൂടാരങ്ങൾ ഒലിച്ചുപോയി എന്നുള്ള വാർത്തയാണ്. കൂടാരങ്ങളെന്ന് പറയുമ്പോൾ ഒരു വീട് തന്നെയാണ്. അവരുടെ ജീവിതം മുഴുവൻ ആ കൂടാരവുമായി ബന്ധപ്പെട്ടാണ്. അത് അത് പോയാൽ വീണ്ടും ഒരു കൂടാരം കെട്ടാനുള്ള പൈസ പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. അവിടെ ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായി വരുന്ന ട്രക്കുകളിലെ ഭക്ഷണം കഴിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ ട്രക്കുകളും എത്തുന്നില്ല. വലിയ രീതിയിൽ പട്ടിണിയാണ്. പട്ടിണി മരണങ്ങൾ അവിടെ നടന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് എസ്കെൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിനിടയിലാണ് ഒരു ഭാഗത്ത് മഴ, വെള്ളപ്പൊക്കം, മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ ബോംബിങ് ഗസയിൽ ഇപ്പോഴും തുടരുകയാണ്. ജബാലിയ ദുരിതാശ്വാസ ക്യാമ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഖാൻ യൂണീസിനടുത്ത്, അതുപോലെ റഫയിൽ, ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന റഫയിലും ഇസ്രായേലിൻ്റെ ബോംബിംഗ് ഉണ്ടായി. 5 പേര് അവിടെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം ആ രൂക്ഷതയിൽ തന്നെ തുടരുകയാണ്. ആകെ ഒരു ആശ്വാസം എസ്കേൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഉള്ളത് ഇസ്രായേൽ ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിലാണ്. അതൊരു വെടിനിർത്തലിൻ്റെ അരികിൽ എത്തി നിൽക്കുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെടിനിർത്തലിന് ധാരണയായി എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാറായിട്ടില്ല. കാരണം ഇസ്രായേൽ ഇപ്പോഴും പഠിച്ചു നിൽക്കുകയാണ്. ഇസ്രായേൽ പറയുന്നുണ്ട് ഇത് യഥാർത്ഥ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, അവിടുത്തെ വക്താക്കൾ പറയുന്നു. ഇന്ന് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട്, മന്ത്രിസഭാ യോഗം. അതിൽ വെച്ചൊരു തീരുമാനമുണ്ടാകും. എന്തായാലും ഹെസ്ബുള്ള അതിനനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും, കാരണം 2 കൂട്ടർക്കും വെടിനിർത്തൽ ആവശ്യമാണ്. ലെബനൻ്റെ ഒപ്പം തന്നെ ഗസയിലും വെടിനിർത്തലിനെ കുറിച്ചുള്ള ചിന്തകൾ നടക്കുന്നുണ്ട്. കാരണം ബന്ദികൾ, 100-ലേറെ ബന്ദികളെ വിട്ടുകിട്ടാനുണ്ട്. അത് കിട്ടാത്തതിൻ്റെ പേരിൽ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ആക്രമണ പരമ്പര അതിന് ചുറ്റും ടെലവീവിലൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നെതന്യാഹു ഏതാണ്ട് വളയുന്നു, അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുവരെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ സെറ്റിൽ ചെയ്യാനാണ് ഇരുന്നത്. പക്ഷെ അതിനു മുമ്പേ സെറ്റിൽമെൻറ്റ് വേണ്ടി വരുന്നു. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കേൻ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവേണ്ടത് 60 ദിവസത്തേക്കുള്ള വെടിനിർത്തലിന് വേണ്ടിയുള്ള വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലെബനിലെ ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 1.5 മാസത്തിനുള്ളിൽ അവിടെ 3500 ഏറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം ലെബനിലും കാര്യങ്ങൾ അതീവ രൂക്ഷമാണ്, ഗസയിലും അതീവ രൂക്ഷമാണ്. പട്ടിണിയും പ്രശ്നങ്ങളും അതീവ രൂക്ഷമായിട്ടുണ്ടാവുന്നു. എസ്കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ്റെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ജയിലിലായ ഇമ്രാൻഖാനെ മോചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അവർ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. പക്ഷേ പാകിസ്ഥാൻ സർക്കാർ അടുക്കുന്നില്ലെന്ന് തോന്നുന്നു. SKN ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ ജയിലിലാണ്. കാരണം റാവൽപിണ്ടി പട്ടാളത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. ഇസ്ലാമാബാദാണ് തലസ്ഥാനമെങ്കിലും പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത് റാവൽപിണ്ടിയിലെ അവിടുത്തെ സൈനിക ആസ്ഥാനത്തു നിന്നാണ്. അവിടുത്തെ പട്ടാള ജനറലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയില്ലേ ഒരു അവിടുത്തെ യഥാർത്ഥത്തിലുള്ള അധികാരി അദ്ദേഹമാണ്. അദ്ദേഹം വലിക്കുന്ന ചരടനുസരിച്ചാണ് പ്രധാനമന്ത്രിമാർ വരുന്നതും പോകുന്നതും. അടുത്ത കാലത്തായിട്ട് വന്ന പ്രധാനമന്ത്രിമാർ മുഴുവൻ നിലനിന്നത് ഈ പട്ടാളത്തിൻ്റെയും കൂടി പിന്തുണയോടെയായിരുന്നു. പട്ടാളമായിട്ട് എപ്പോഴൊക്കെ ഉടക്കി അവരൊക്കെ പുറത്തായിട്ടുണ്ട്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബേനസീർ ഭൂട്ടോയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭൂട്ടോ കൊണ്ടുവന്ന സിയാവുൾ ഹക്കാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ഈ രീതിയിൽ പാകിസ്ഥാൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്
റാവൽപിണ്ടിയിലെ ജയിലിൽ ഇരുന്നുകൊണ്ട് ഇമ്രാൻഖാൻ നടത്തിയ ആഹ്വാനത്തെ തുടർന്നാണ് 10,000-കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക പല വഴികളിലൂടെ. അതിന് ഒരു ഭാഗത്തു നിന്ന് നേതൃത്വം നൽകുന്നത് ഇമ്രാൻഖാൻ്റെ മൂന്നാമത്തെ ഭാര്യ ബുഷ്ര ബീവിയാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാർ നേരത്തെ ബ്രിട്ടീഷുകാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും അതീവ സുന്ദരികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പിന്നീട് അദ്ദേഹവുമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞതിന് ശേഷമാണ് അല്പം ആത്മീയവാദിയായിട്ടുള്ള ബുഷ്ര ബീവി അവരുടെ മൂന്നാമത്തെ ഭാര്യയായിട്ട് വന്നത്. അവരും ജയിലിലായിരുന്നു. അവർ ജയിൽ മോചിതയായി. ഇപ്പോൾ കോൺവോയ് ആയിട്ട് ഇമ്രാൻഖാന് വേണ്ടി 10,000-ങ്ങളെ നയിച്ചുകൊണ്ട് വരികയാണ്. അതിനിടയിൽ അവിടുത്തെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ടിയർ ഗ്യാസ് പ്രയോഗമുണ്ടായി. 1000-കണക്കിന് PTI പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ പേര്. ആ പാർട്ടിയുടെ പ്രവർത്തകർ അറസ്റ്റിലാണ്. ഇപ്പോഴും അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമാബാദ് മൊത്തം